ഹായ് ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ ബാങ്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എഴുതുന്ന കൂട്ടുകാർക്കായി സിലബസ് വൈസ് GK, ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കുറച്ചധികം വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് സിലബസ് വൈസ് GK നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് B ആണ്. 3. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു. മറ്റുള്ളത് അതുമായി ബന്ധമുള്ളത് നോക്കിയാൽ 1. തിരുവിതാംകൂർ തൃപ്പടിദാനം നടപ്പിലാക്കി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ ഉത്തരം B ആണ്. 1, 3. 1. ചമ്പാരൻ തിൻകാത്തിയ സമ്പ്രദായം. 3. തെഭാഗ ബർഗാദർമാർ. അടുത്ത ചോദ്യം നോക്കാം. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകൾ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഇതിൻ്റെ ഉത്തരം A ആണ്. 2, 3. 2. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 3. ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി അനുവദിച്ചു. 4. താഴെ തന്നിരിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധമില്ലാത്തത് എഴുതുക. ഇതിൻ്റെ ഉത്തരം C ആണ്. 3. 6 ദിന യുദ്ധം. 5. താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാരണമല്ലാത്തവ ഏതെല്ലാം? ഉത്തരം A ആണ്. 2, 4. 2. ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണ കരാർ. 4. ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും വളർന്നു വന്നു. 6. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ഉത്തരം D, ബ്രസീൽ. 7. ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം B ആണ്. 2. വേർതിരിക്കൽ, ഡിഫറൻഷിയേഷൻ. 8. പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഏറ്റവും ശരിയായത് എഴുതുക. ഇതിൻ്റെ ഉത്തരം B ആണ്. 1ഉം 2ഉം ശരി. 9. സമുദ്രതട ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ വായിച്ച് തന്നിട്ടുള്ള ഉത്തരങ്ങൾ ഏറ്റവും ശരിയായത് എഴുതുക. ഉത്തരം B ആണ്. 1ഉം 2ഉം ശരി. 10. താഴെ തന്നിട്ടുള്ള ജോഡികൾ ശരിയല്ലാത്തത് ഏത്? ഉത്തരം B ആണ്. 2. അവസാദശില, ബസാൾട്ട്. ശരിയായ ജോഡികളെന്ന് വായിക്കാം. ആഗ്നേയശില, ഗ്രാനൈറ്റ്. കായാന്തരശില, മാർബിൾ. മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ആഗ്നേയശിലകൾ. ഈ ആഗ്നേയശിലകളൊക്കെ എപ്പോഴും വേറിട്ട് ചോദ്യം ചോദിക്കുന്നതാണ്. 11. അപരധന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെയുള്ളത്. അവയിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം A ആണ്. 1. നദികൾ, ഗിരികന്ധരം. 12. ISROയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ അപഗ്രഥിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങൾ ഏറ്റവും ശരിയായത് എഴുതുക. 1. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂരുവാണ്. 2. സ്ഥാനതന്നെ ഉപഗ്രഹമാണ് NVS 01. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് C ആണ്. 1ഉം 2ഉം ശരി. തന്നിരിക്കുന്ന 2 ശരിയാണ്. 13. നീതി ആയോഗ് നിലവിൽ വന്നത്. ഉത്തരം D ആണ്. ജനുവരി 1, 2015. 14. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു? ഉത്തരം A, ഹാരോ ഡോമർ മോഡൽ. 15. 2024 ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഉത്തരം B ആണ്. UAE. 16. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉത്തരം A ആണ്. MS സ്വാമിനാഥൻ. 17. സപ്തഋഷി എന്ന പദം ഇന്ത്യയുടെ ഏതുമായി ചേർന്നിരിക്കുന്നു? ഉത്തരം C, 2023-24 ബജറ്റ്. 18.
2023-24 ബജറ്റ്. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? ഇതിൻ്റെ ഉത്തരം ബി ആണ്, കുമരകം. 19 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളേവ? ഉത്തരം ഡി ആണ്, 3 മാത്രം. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. 20 താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകളേവ? ഇതിൻ്റെ ഉത്തരം എ ആണ്, 1, 2, 3, 4. 1. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡൻ്റായി 1946 ഡിസംബർ 11 HC മുഖർജിയെ തെരഞ്ഞെടുത്തു. 2. ഇന്ത്യ വിഭജനത്തിന് ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്നത്. 3. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനിയായിരുന്നു. 4. ഈ സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു ആയിരുന്നു. 21. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ബി ആണ്, 4 മാത്രമാണ്. ഈ ഭേദഗതി പാസ്സാക്കിയത് 2014-ലാണ്. 22. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പരിശോധിച്ച് ശരിയായ കണ്ടെത്തുക. ഉത്തരം ഡി ആണ്, 1, 2, 3, 4. തന്നിരിക്കുന്നവയെല്ലാം ശരിയാണ്. 1. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി. 2. ചെയർമാൻ ഉൾപ്പെടെ ഏതംഗത്തെയും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. 3. ആദ്യത്തെ വനിതാ ചെയർമാൻ റോസ് മില്യൻ ആണ്. 4. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള വകുപ്പുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 23. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? അതിൻ്റെ ഉത്തരം എ ആണ്, വകുപ്പ് 143. 24. ഹരിത കേരളം മിഷന്റെ ലക്ഷ്യത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം എ, 2 മാത്രം. കേരളത്തിലെ ദരിദ്രർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക. 25. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന കൂലി എത്ര? ഉത്തരം സി, 311 രൂപയാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളെ രാഷ്ട്രങ്ങളോ? ഇതിൻ്റെ ഉത്തരം ബി ആണ്. എ. അവശിഷ്ടാധികാരം കാനഡ. ബി. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ആമുഖം അമേരിക്ക. അടിയന്തരാവസ്ഥയുടെ സവിശേഷതകൾ ജർമ്മനി. 27. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽപ്പെടാത്തത് ഏവ? ഉത്തരം ഡി ആണ്, 3, 4 ആണ്. 3. സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക. 4. സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുപ്പ് നടത്തുക. 28. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരമേണ്, ഉത്തർപ്രദേശാണ്. 29. കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ്? ഉത്തരം ഡി ആണ്, 3 മാത്രം. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വാർഷിക കുടുംബ വരുമാനം 5 ലക്ഷത്തിൽ കുറവായിരിക്കണം. അടുത്ത തെറ്റായ ജോഡി. ഉത്തരം സി ആണ്, എ മാത്രമാണ്. കേരള നിയമനിർമ്മാണ സഭ സ്പീക്കർ MB രാജേഷ്. മാറി. അടുത്ത നോക്കിയാൽ ലോക്സഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് അനന്തശയന അയ്യങ്കാർ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവംശ് നാരായൺ സിംഗ്. കേന്ദ്ര മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. 31. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം ബി ആണ്, പുനരവലോകന അധികാരം ജുഡീഷ്യൽ റിവ്യൂ. 32. വിറ്റാമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഏതൊക്കെ? ഉത്തരം ഡി ആണ്, 1, 4 എന്നിവ ശരി. വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാതിരിക്കുക. 4. വിറ്റാമിൻ B1 ബെറി. 33.
കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം എ ആണ് പ്രൊജസ്റ്റിറോൺ. 34. ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? ഉത്തരം ബി ആണ് യൂറിതെർമൽ. 35. ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം? ഉത്തരം എ കാലാണ്. 36. ഏത് രാജ്യത്തു നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ഉത്തരം ഡി നമീബിയ. 37. പൂർണ്ണശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി? ഉത്തരം ഡി ആണ് ആശ്വാസകിരണം. 38. താഴെ തന്നിരിക്കുന്ന പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? സി ആണ് കാൻഡല. 39. പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ്? ഉത്തരം ബി ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 40. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതി? സി ആണ് വികിരണം. 41. ബഹിരാകാശ പര്യവേഷണത്തെ സഹായിക്കുന്നതിനും ഭൂമിക്കപ്പുറത്ത് ജീവൻ നിലവിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി നാസ വികസിപ്പിച്ചെടുത്ത പാമ്പിൻ്റെ രൂപത്തിലുള്ള റോബോട്ടിൻ്റെ പേരെന്ത്? ബി ആണ് ഈൽസ്. 42. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ? ഉത്തരം എ ഖരരൂപം വാതകമായി മാറുന്നു. 43. വായു നിറച്ച ബലൂൺ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം? ഉത്തരം എ ആണ് ചാൾസ് നിയമം. 44. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്? ഉത്തരം ഡി സൾഫ്യൂരിക് ആസിഡ്. 45. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ഉത്തരം ഏതാണ്? എ ആണ് മീഥൈൻ. 46. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഉത്തരം സി ആണ് ശ്രീനാരായണ ഗുരു. 47. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം എ ഇടപ്പള്ളി. 48. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത? ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആര്? ഉത്തരം ബി ആണ് KM ബീനാമോൾ. 49. 2023 നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയതാരെ? ഉത്തരം ഡി ആണ് ടി പത്മനാഭൻ. 50. പത്മസുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ആണ് ഭരതനാട്യം. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും ചോദ്യങ്ങളൊക്കെ എപ്പോഴും ആവർത്തന ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 61 തൊട്ട് തുടങ്ങുന്നു. റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസ് ഇൻ ദി കറക്റ്റ് ഓർഡർ. ഉത്തരം ഡി ആണ്. അത് ദാറ്റ്സ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് സോ കെയർലെസ്ലി. 62. സ്റ്റേ ഓൺ യുവർ ടോസ് മീൻസ്? സ്റ്റേ ഓൺ യുവർ ടോസ് മീൻസ് എന്താണെന്ന്? ഉത്തരം ബി അലേർട്ട്. 63. സിംറ്റോമാറ്റിക് ഓഫ് ദി ഓൺസെറ്റ് ഓഫ് ആൻ അറ്റാക്ക് ഓർ എ ഡിസീസ് ഈസ്? വൺ വേർഡാണ് ചോദിക്കുന്നത്. ഉത്തരം സി ആണ് പ്രോഡ്രോമൽ. 64. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആർ കറക്റ്റ്ലി സ്പെൽഡ്? ഉത്തരം സി ആണ് 2, 4. 2 സ്ക്വാക്സ്, 4 സ്ക്വേക്സ്. 65. They rarely speak English. ഉത്തരം ഡു ദേ. ക്വസ്റ്റ്യൻ ടാഗാണ്. 66. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്
he exclaimed. ഉത്തരം ഡി ആണ്. He exclaimed that it was very delicious. He exclaimed that it was delicious. 67. A lot of money dash spent construction. ഉത്തരം ബി ആണ്. Is. A lot of money is spent on construction. 68. Identify the correct sentence. എൻ്റെ ഉത്തരം വരുന്നത് എ ആണ്. He visited America last week. 69. UNDSC UNDAC is the abbreviation of. അബ്രിവേഷൻ ആണ് ചോദിക്കുന്നത്. ബി ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡയസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോഓർഡിനേഷൻ. 70. ദ അന്റോണിം ഓഫ് ഫെസിലിറ്റേറ്റ് ഈസ്. ഫെസിലിറ്റേറ്റിന് അന്റോണിയം വേർഡാണ് ചോദിക്കുന്നത്. ഉത്തരം എ ആണ്. ഇംപെഡ്. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. 71. പക്ഷി മൃഗാദികൾ എന്ന പദത്തെ ഘടകപദങ്ങളാക്കി വിപുലീകരിക്കുമ്പോൾ. ഉത്തരം ബി ആണ്. പക്ഷി മൃഗം ആദിയായവ. 72. താഴെ തന്നിട്ടുള്ളവയിൽ രൂപം കൊണ്ട് ബഹുവചനമാണെന്ന് തോന്നുമെങ്കിലും ഏകവചനമായ പദമേത്. ഉത്തരം ബി ആണ്. ദ്രോണർ. 73. സന്ധി നിയമപ്രകാരമുള്ള ശരിയായ പദനിര കണ്ടെത്തുക. ഉത്തരം എ. നിറപറ, എരുത്തി, ഉരക്കല്ല്. നിറപറ, എരുത്തി, ഉരക്കല്ല്. 74. ചോദ്യം. ഭൂമി എന്നർത്ഥം വരുന്ന പദമേത്. ഉത്തരം എ ആണ്. ഇള. 75. കൂട്ടത്തിൽ പെടാത്ത ജോഡിയത്. സി ആണ്. ജ്ഞാനം, വിജ്ഞാനം. രണ്ടും ഒരർത്ഥമാണ് അതിന് വരുന്നത്, ഓപ്പോസിറ്റ് വേർഡല്ല. 76. എറവെള്ളം, എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം. ഉത്തരം എ ആണ്. അല്പവസ്തുക്കളും നിസ്സാരന്മാർക്ക് വലുതായി തോന്നും. 77. ഹെർക്കുലിയൻ ടാസ്ക് എന്നതിൻ്റെ സമാനമായ പ്രയോഗമാണ്. 2. ഭഗീരഥ പ്രയത്നം. 78. പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം. ഉത്തരം ബി ആണ്. പാരിമാണികം. 79. ശരിയായ വാക്യപ്രയോഗം ഏത്. ഉത്തരം ബി ആണ്. അധ്യാപകൻ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പറഞ്ഞു. 80. ഞായർ എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്. ഉത്തരം എ. സുധാകരൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷും മലയാളവും 10 മാർക്ക് വീതമുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നാണ് ചോദിക്കുന്നത്. മലയാളമൊക്കെ എപ്പോഴും ചോദിച്ചാൽ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അതേമാതിരി തന്നെയാണ് ഇംഗ്ലീഷും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം, ഇംഗ്ലീഷും മലയാളവും എന്നൊക്കെ. ജി കെയും അതുപോലെ 2023 ജി കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2023 തന്നെ ഒരു ജി കെ എടുത്തിട്ടത്. നിങ്ങളുടെ സിലബസ് വൈസാണ്. അപ്പോൾ നോക്കുക, കൂടുതൽ സ്പെഷ്യൽ ടോപ്പിക്സും നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.